പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് വില്ലൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ, റോക്കിൻ്റെ ഓഫർ കോഡി റോഡ്സ് സ്വീകരിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ള സർപ്രൈസ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയാണ് റോക്ക് വെളിപ്പെടുത്തിയത്. ജസ്റ്റ് അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, റോക്കിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുമോ എന്നുള്ള കോഡി റോഡ്സിനോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി കോഡി എലിമിനേഷൻ ചേംബറിൽ കൊടുക്കണം, അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റും ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു അനൗൺസ്മെൻറ്റും കൂടി റോക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോഡിയോട് റോക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് റോക്കിൻ്റെ കൂടെ നിൽക്കാനാണ്. റോക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ, റോക്ക് പറയുന്ന രീതിയിലുള്ള ഒരു ചാമ്പ്യനായിട്ട് കോഡി മാറാനാണ് റോക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ റോക്ക് ഉദ്ദേശിക്കുന്ന രീതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിലെ കോർപ്പറേറ്റ് ചാമ്പ്യൻ ആയിരുന്ന ആ ഒരു സമയം, അതായത് കമ്പനിയുടെ കീഴിൽ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന റോക്കിൻ്റെ ആ ഒരു സമയം, റോക്ക് അന്നുണ്ടായിരുന്ന പോലെ കോഡി നിലവിൽ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഫൈനൽ ബോസായിട്ട് അവർ കാണുന്നത് റോക്കിനെയാണ്. അപ്പോൾ റോക്ക് പറയുന്നത് കേട്ട് നിൽക്കുന്ന കോഡി ആ ഒരു കോർപ്പറേറ്റ് ചാമ്പ്യൻ ലെവലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കോഡി റോക്കിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് റോക്ക് ചോദിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ താൻ പറയുന്നതൊക്കെ കേട്ട് കോഡി തൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് റോക്ക് മുന്നേറ്റേക്ക് വെച്ചിട്ടുള്ള ഒരു ഓഫർ. ചാമ്പ്യൻഷിപ്പ് അല്ല റോക്കിനെ ആവശ്യം, ഒരു ചാമ്പ്യൻ, റോക്ക് പറയുന്നത് കേൾക്കുന്ന, റോക്കിന് ആവശ്യമുള്ളത് ചെയ്യുന്ന ഒരു ചാമ്പ്യൻ, അതാണ് റോക്ക് കോഡിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് തന്നെ കോഡിയെ ഹീലാക്കി മാറ്റാനും, അതായത് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഫേസ് ക്യാരക്ടറിൽ നിന്നാൽ കോഡിക്ക് അധികം മുന്നോട്ടേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതും, മുന്നോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു കോർപ്പറേറ്റ് ചാമ്പ്യനായിട്ട് ഒരു ഹീലായിട്ടുള്ള ഒരു കോഡിയായിട്ട് മാറണം എന്നുള്ളതും റോക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വില്ലൻ ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനുള്ള എല്ലാ ഉത്തരവും എലിമിനേഷൻ ചേംബറിലൂടെ കോഡി റോഡ്സ് കൊടുക്കും. പക്ഷേ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കോഡി ഒരിക്കലും റോക്കിൻ്റെ ഓഫർ ചൂസ് ചെയ്യില്ല. റോക്ക് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന ഈ ഹീലാകാനുള്ള ഒരു ഓഫർ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ചാമ്പ്യൻ ആകാനുള്ള ഒരു ഓഫർ കോഡി തള്ളിക്കളയും. അതിലൂടെ റോക്കും കോഡിയും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതേ സമയത്ത് റോക്ക് പറയുന്നത് കേൾക്കുന്ന ഒരു റെസ്ലറിനെ കൊണ്ടുവന്നുകൊണ്ട് കോഡിക്ക് എതിരെ നിർത്താനും അവർ തമ്മിലുള്ള ഒരു ഗംഭീര ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാനും സാധിക്കും. അതിനുശേഷം അടുത്ത വർഷം വേണമെങ്കിൽ കോഡിയും റോക്കും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി അവർക്ക് കാണിക്കാൻ സാധിക്കും. അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലിമിനേഷൻ ചേംബറിൽ കോഡി റോഡ്സിൻ്റെ മുന്നിലേക്ക് റോക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫർ വെച്ചിരിക്കുന്നത്. അപ്പോൾ റോക്ക് ഇനിയും വരും, റോക്കിൻ്റെ മത്സരം ഇനിയും നടക്കുമെന്നുള്ളത് കാണികൾക്ക് കാണിച്ചു തരാനും മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് റോക്കിൻ്റെ അപ്പിയറൻസ് സ്മാക്ഡൗണിലും അതുപോലെ തന്നെ എലിമിനേഷൻ ചേംബറിലും അവർ നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം റോക്കിൻ്റെ മത്സരം നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ അടുത്ത വർഷത്തെ റെസൽമേനിയയിൽ റോക്കും കോഡിയും ഏറ്റുമുട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾ അവർ കാണിച്ചു തരുന്നത്. അപ്പോൾ കോഡി വില്ലനാകുന്നത് കാണാൻ സാധിക്കില്ല. കോഡിക്കെതിരെ ഒരു ഗംഭീര റെസ്ലറിനെ, റോക്ക് പറയുന്നത് കേൾക്കുന്ന, റോക്കിനനുസരിച്ച് നിൽക്കുന്ന ഒരു റെസ്ലറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്ലറിലൂടെ ഒരു വലിയൊരു സ്റ്റോറി അവർ കോഡിക്കെതിരെ കൊണ്ടുപോകും. എന്നിട്ട് കോഡിയെ കമ്പനിയുടെ ഫേസ് ഓഫ് ദ കമ്പനി എന്ന നിലയിൽ നിർത്തിക്കൊണ്ട് തന്നെ കോർപ്പറേറ്റ് റോക്കിനെതിരെ അവർ മത്സരിപ്പിക്കും. ഇതാണ് അവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോറി. എലിമിനേഷൻ ചേംബറിലും ഇത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ റോക്കിൻ്റെ കൂടെ നിൽക്കാൻ പോകുന്ന റെസ്ലർ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ളൊരു സൂചന ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.